ഫ്രണ്ട്സ്, PSC സ്റ്റഡിയിലേക്ക് സ്വാഗതം. കേരള ബാങ്കിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഉടൻ ഉണ്ടാകും. മെസ്സേജ് ആദ്യം വരില്ല, ഷോർട്ട് ലിസ്റ്റ് ആയിരിക്കും വരുന്നത്. അത്യാവശ്യം ഏകദേശം കുറച്ച് വലിയ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരും. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 065/2024 ജനറൽ കാറ്റഗറി. ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി ജനറൽ കാറ്റഗറി 145 വേക്കൻസി. സൊസൈറ്റി കാറ്റഗറി 144 ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സാലറി 16,500 മുതൽ 44,050 വരെയാണ്. ഇതിൽ ടോട്ടൽ അപേക്ഷകർ 2.5 ലക്ഷം പേരാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് കട്ട് ഓഫ് കൂടാനാണ് ചാൻസ്. ഇതുപോലെയുള്ളൊരു എക്സാം ആയിരുന്നു യൂണിവേഴ്സിറ്റി എക്സാം. അതിനും ഡിലീഷൻ ചാൻസ് എല്ലാം കഴിഞ്ഞ് 94 മാർക്ക്. എന്നിട്ടും കട്ട് ഓഫ് 81 വന്നു. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമിന് 4 ലക്ഷത്തോളം അപേക്ഷകർ ഉണ്ടായിരുന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ 1099 പേർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കേരള ബാങ്കിൻ്റെ കട്ട് ഓഫും ഉയരാനാണ് ചാൻസ്. ഏകദേശം ഒരു 79 മുതൽ 84, ഏകദേശം കട്ട് ഓഫ് 79 മുതൽ 84 വരെ വരും. അത്ര ഉള്ളൊരു കട്ട് ഓഫ് എന്തായാലും വരും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും വലിയ ടഫായിട്ടൊന്നും അല്ലല്ലോ. പിന്നെ 92 ഡിവിഷനും തന്നെ ഉള്ളൂ. 38ാമത്തെ ഒരു ഡിവിഷനും പിന്നെ ഒരു മാത്സിൻ്റെയാണ് തോന്നുന്നു 94. അപ്പോൾ ഏകദേശം 98 കട്ട് ഓഫ് വരുന്നത്. 98 കട്ട് ഓഫ്. 98 ഏകദേശം കട്ട് ഓഫ് ഒരു 79, 84 ആ ഒരു റേഞ്ചിൽ നിൽക്കും കേട്ടോ. എന്തായാലും ഒരുപാട് വലിയ ലിസ്റ്റ് അല്ലെങ്കിലും ഒരു 1000 പേരുടെ ലിസ്റ്റ്, മെയിൻ ലിസ്റ്റിൽ ഒരു 1000 പേര് എന്തായാലും കാണും. വേക്കൻസി കുറവാണല്ലോ. അതിപ്പോൾ വലിയ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു 1000 പേരുടെ ലിസ്റ്റ് കാണും. പിന്നെ വരും ദിവസങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് കാണും. ആദ്യം ഷോർട്ട് ലിസ്റ്റാണ് വരിക. ഒരു 1000 പേരുടെ ഒക്കെ ആകുമ്പം ഒരു 1000 പേര് മറ്റേ സപ്ലിമെൻ്ററി ലിസ്റ്റിലും കാണും. ടോട്ടലി 2000 പേരുടെ ഒരു ലിസ്റ്റ് കാണും. അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ആദ്യം വരും. അതിന് ശേഷമായിരിക്കും മെസ്സേജ് ഫോണിൽ വരിക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് കാണും. പിന്നെ കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പം ആധാർ കാർഡ്, പിന്നെ 10th അഥവാ SSLCയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ SSLC തന്നെ അപ്ലൈ ചെയ്യുക. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ഒന്നും അതിൽ വേണ്ട. ഞാനൊരിക്കൽ അതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ജനന സർട്ടിഫിക്കറ്റ്. അതവർ ഡിലീറ്റ് ചെയ്തിട്ട് എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ SSLC തന്നെ അപ്ലോഡ് ചെയ്യുക. പിന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. അത് നമ്മളെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന അവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമ്മുടെ സ്വന്തം കൈപ്പട എഴുതി നമ്മുടെ പേരും സൈനും ഇട്ട് കാറ്റഗറി നമ്പറും എഴുതി അതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാമാണ് ഉള്ളത്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഓൾറെഡി മെസ്സേജ് വേറെ ലിസ്റ്റുകളിലുള്ളവർക്ക് മെസ്സേജ് മറ്റേ ഷോർട്ട് ലിസ്റ്റിൽ കാണും. അവർക്ക് ചിലപ്പോൾ മെസ്സേജ് കാണില്ല. അവർക്ക് വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടാകും. അവർക്ക് OTP കയ്യിലുള്ളത് കൊണ്ട് ചിലപ്പം അവർക്ക് മെസ്സേജ് വരില്ല. അങ്ങനെ അവർക്ക് മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് PSC വേണമെങ്കിൽ അവരെ വിളിക്കും. പിന്നെ ഈ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരെല്ലാവരും മെയിൻ ലിസ്റ്റിൽ കാണും. ഈ മെസ്സേജ് വന്നവരാണ് സംശയിക്കേണ്ടി വരിക. അഥവാ ഏകദേശം ചെറിയ ലിസ്റ്റൊക്കെ വരുന്നവർക്കാണ് ഈ മെസ്സേജ് വരിക. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടാകും, ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ കാണില്ല. പക്ഷേ ഷോർട്ട് ലിസ്റ്റ് വന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. അവരെന്തായാലും മെയിൻ ലിസ്റ്റിൽ കാണും. ചിലപ്പോൾ മെസ്സേജ് വരാത്തത് ഈ OTP കയ്യിലുള്ളവർക്കാണ് ഈ മെസ്സേജ് വരാത്തത്. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം PSCക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് OTP ഉള്ളവർക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഫോൺ വിളിച്ച് വരാൻ വയ്ക്കും. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതറിയിക്കാനാണ് ഞാൻ ചെയ്തത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്